നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. TG മോഹൻദാസിനെതിരായ കേസിൽ പോലീസിനുണ്ടായ വീഴ്ച പരിശോധിക്കണമെന്ന് AIYF. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ. പ്രകൃതിക്ഷോഭ സഹായം മത്സ്യബന്ധന മേഖലയ്ക്കും നൽകണമെന്ന ആവശ്യവുമായി ധീവരസഭ. സർക്കാർ നിർദ്ദേശപ്രകാരം മത്സ്യബന്ധനത്തിന് പോകുവാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യം. കർഷകർക്ക് നഷ്ടപരിഹാരത്തിനായി അപേക്ഷ സമർപ്പിക്കേണ്ട AEMS പോർട്ടൽ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തത് കർഷകർക്ക് ഇരട്ട ആഘാതമെന്ന് വോയിസ് ഫോർ ഗ്രേറ്റർ കുട്ടനാട്. വാർത്തകളിലേക്ക് വിശദമായി. TG മോഹൻദാസിനെതിരായ കേസിൽ പോലീസിനുണ്ടായ വീഴ്ച പരിശോധിക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകി. ഞങ്ങൾക്കെല്ലാം കടുത്ത പ്രതിഷേധമുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം കോടതിയുടെ പരാമർശങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയ പരാമർശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് കോടതി തന്നെ കണ്ടെത്തിയത്. കാരണം ഒരിക്കലും ജാമ്യം കിട്ടാത്ത കേസാണ്. കലാപ ആഹ്വാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 353 ഒരിക്കലും ജാമ്യം കിട്ടാത്ത കേസാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരമാണ്, ജാമ്യമില്ലാത്ത കുറ്റമാണ് അദ്ദേഹത്തിനെതിരായി നിലനിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളത് പരിശോധിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന കുറ്റങ്ങൾക്ക് ഇപ്പൊ പുതിയ BNS അനുസരിച്ച് BNS 35 അനുസരിച്ചിട്ട് മുൻകൂർ നോട്ടീസ് കൊടുക്കണം. അതായത് BNS 35 അനുസരിച്ചിട്ട് മുൻകൂർ നോട്ടീസ് കൊടുക്കണം എന്ന സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലേ? കാരണം സുപ്രീം കോടതിയുടെ റൂളിംഗ് പോലും നടപ്പിലാക്കാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഒപ്പം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും TT ജിസ്മോൻ ആവശ്യപ്പെട്ടു. കേസ് മറ്റൊരു ഏജൻസിക്ക് കൈമാറണം. ജാമ്യം റദ്ദാക്കുവാൻ സർക്കാർ അപ്പീൽ നൽകണം. പോലീസും സംഘപരിവാറും തമ്മിൽ ഒത്തുകളി നടന്നതായും വിവാദ പോസ്റ്റ് ഇപ്പോഴും TG മോഹൻദാസിന്റെ അക്കൗണ്ടിലുണ്ടെന്നും ഇത് നീക്കം ചെയ്തിട്ടില്ലെന്നും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രകൃതിക്ഷോഭ സഹായം മത്സ്യബന്ധന മേഖലയ്ക്കും നൽകണമെന്ന് ധീവരസഭ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കും നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി V ദിനകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ 9-ാം തീയതി ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അവസരത്തിൽ മുഖ്യമന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ മരണമടഞ്ഞവർക്ക് കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീട് സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും വീട് മാത്രം നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപ എന്ന രീതിയിലുള്ള സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളികൾക്കും ബാധകമാക്കണം, മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും ബാധകമാക്കണം. പ്രകൃതിക്ഷോഭം മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ സ്വാഗതാർഹമാണെങ്കിലും മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കും നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും V ദിനകരൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ച മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുവാൻ നടപടി വേണം. അപകടത്തിൽ പരിക്കുപറ്റി കഴിയുന്നവരെ സഹായിക്കണം. കടലാക്രമണത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപ വീതം സഹായം നൽകുവാനും കടലാക്രമണത്തിൽ ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവർക്ക് സഹായം നൽകുവാനും നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
അതോടൊപ്പം വിവിധ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച അവസരത്തിൽ അത് നന്നാക്കാനുള്ള സഹായവും സർക്കാർ നൽകണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരത്തിനായി അപേക്ഷ സമർപ്പിക്കേണ്ട AIMS പോർട്ടൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. പോർട്ടൽ പ്രവർത്തിക്കാത്തത് കർഷകരെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്ന് വോയിസ് ഫോർ ഗ്രേറ്റർ കുട്ടനാട് ആരോപിച്ചു. വിള ഇതിനകം നഷ്ടപ്പെട്ട കൃഷിക്കായി ചെലവഴിച്ച മുഴുവൻ തുകയും പാഴായ സാഹചര്യത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ പോലും സമർപ്പിക്കുവാൻ കഴിയാത്തത് കർഷകർക്ക് ഇരട്ട ആഘാതമാണ് നൽകുന്നത്. പോർട്ടലിന്റെ സാങ്കേതിക തകരാർ മൂലം മണിക്കൂറുകളോളം ശ്രമിക്കേണ്ടി വരുന്നതും കൃഷിഭവനുകളിലും ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലും കയറിയിറങ്ങേണ്ടി വരുന്നതും കർഷകരുടെ സമയവും പണവും ഒരുപോലെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അതേസമയം പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരത്തിനും സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികൾക്കുമായി വർഷങ്ങളായി AIMS പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾ സമർപ്പിച്ചിട്ടും പല കർഷകർക്കും ഇതുവരെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ലെന്ന പരാതിയും ശക്തമാണ്. എയിംസ് പോർട്ടലിലെ ന്യൂ പോർട്ടലിലേക്ക് മൈഗ്രേറ്റ് ചെയ്താണ് ഈ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് അല്ലേ? അവരുടെ സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. കൃഷി ഓഫീസിൽ നിന്നാണ് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവർ വേഗം നിർദ്ദേശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ എയിംസിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ FIR ഇട്ട് കഴിഞ്ഞാൽ, കൃഷി ഉദ്യോഗസ്ഥർ FIR ഇട്ട് കഴിഞ്ഞാൽ മിനിമം 10 ദിവസമാണ് നമുക്കത് ചെയ്യാനായിട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം സെർവർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറും അല്ലേ? പ്രതിസന്ധിയായിട്ട് തന്നെയാണ് മാറുന്നത്. അപേക്ഷയും രജിസ്ട്രേഷനും കൃത്യമായി നടത്തുവാൻ കർഷകരോട് ആവശ്യപ്പെടുന്ന സംവിധാനത്തിൽ അർഹരായ കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഏറ്റെടുക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കൃഷിമന്ത്രി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും AIMS പോർട്ടലിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും വിശദീകരണം തേടുകയും വേണമെന്ന് വോയിസ് ഫോർ ഗ്രേറ്റർ കുട്ടനാടിന് വേണ്ടി അഡ്മിൻ സോണിച്ചൻ പുളുങ്ങുന്ന ആവശ്യപ്പെട്ടു. വർഷങ്ങളായി AIMS പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത കർഷകരുടെ പരാതികൾ പരിശോധിച്ച് അർഹരായവർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് ഇതിനകം തന്നെ വിളയും കൃഷിച്ചെലവും നഷ്ടപ്പെട്ടു. വർഷങ്ങളായി AIMS പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ടും പലർക്കും ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പോർട്ടൽ തകരാറിന്റെ പേരിൽ പുതിയ അപേക്ഷകൾ പോലും സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സോണിച്ചൻ പുളുങ്ങുന്ന് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ച AIUTUCയും AIKKMSഉം. AIUTUC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം SCD ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. മോദി സർക്കാർ കോർപ്പറേറ്റുകളുടെ താൽപര്യം മാത്രമാണ് സംരക്ഷിക്കുന്നതെന്നും ലേബർ കോഡുകൾ തൊഴിലാളി വർഗത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും ചേർന്ന് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷകദ്രോഹ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ റദ്ദു ചെയ്യുക, കർഷകർക്ക് ഉൽപാദന ചെലവിന് ആനുപാതികമായി 50% താങ്ങുവില നൽകുക, വൈദ്യുതി നിയമം 2025 പിൻവലിക്കുക തുടങ്ങിയ 20 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. AIUTUC ജില്ലാ പ്രസിഡന്റ് KR ശശി അധ്യക്ഷത വഹിച്ചു. AIKKMS ജില്ലാ സെക്രട്ടറി PR സതീശൻ മുഖ്യപ്രസംഗം നടത്തി. AIKKMS ജില്ലാ പ്രസിഡന്റ് B ഭദ്രൻ, AIUTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KJ ഷീല, AIUTUC ജില്ലാ സെക്രട്ടറി S അനിൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് NK ശശികുമാർ, KP മനോഹരൻ, ബിജു സേവ്യർ, ഗോപിനാഥ്, തോമസ് ഡാനിയൽ, ജോൺസൺ മാത്യു എന്നിവർ നേതൃത്വം നൽകി. 1926 ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അത് ഇവിടെ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ID ആക്ട്, വ്യവസായ തർക്ക നിയമം, ആ നിയമം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 48-ൽ വീണ്ടും അത് ചില്ലറ ഭേദഗതികളോടുകൂടി നമ്മുടെ രാജ്യത്ത് അത് പാർലമെന്റ് അംഗീകരിച്ച് നടപ്പിലാക്കിയതാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൈക്കൂലി വാങ്ങി നിയമനം നടത്തിയെന്ന G സുധാകരൻ MLA ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ MLA H സലാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി.
കഴിഞ്ഞ 5 വർഷക്കാലം കുടുംബശ്രീ വഴി ആശുപത്രിയിൽ 100 പേരെ നിയമിച്ചുവെന്നും 2 ലക്ഷം രൂപ വീതം വാങ്ങിയാണ് നിയമനം നടത്തിയതെന്നുമായിരുന്നു ജി സുധാകരൻ MLA ആരോപണം. 2026 ജൂൺ 26-ന് ആശുപത്രിയിൽ നടന്ന പരിപാടിയിലാണ് സുധാകരൻ പരസ്യമായി ആരോപണം ഉന്നയിച്ചത്. പണം വാങ്ങിയ ആളുകളെ അറിയാമെന്നും വെളിപ്പെടുത്തുന്നില്ലെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. മറ്റു വിവിധ വേദികളിലും സുധാകരൻ ഈ ആരോപണം ഉന്നയിച്ചു. കൈക്കൂലി വാങ്ങിയ കാര്യം നേരിട്ടറിഞ്ഞുകൊണ്ട് അത് നിയമ സംവിധാനത്തിന് മുന്നിൽ എത്തിക്കാതെ നിയമസഭാംഗം കൂടിയായ സുധാകരൻ മറച്ചുവെക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടന്നതായി ഉന്നയിച്ച ഈ ആരോപണം അതീവ ഗൗരവകരമാണ്. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൈക്കൂലി നൽകിയവരെയും വാങ്ങിയവരെയും അറിയാവുന്ന ജി സുധാകരന്റെ മൊഴിയെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് മതിയായ ശിക്ഷ നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും H. സലാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കോട്ടയം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായ BR ഭാസ്കരന്റെ 8ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. പാർട്ടി ഓഫീസുകളിലും ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തുകയും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനങ്ങളും നടന്നു. പോരാട്ടത്തിൽ നാളുകളിൽ പോരാട്ടത്തിൽ വീതികളിൽ ഞങ്ങളെയാകെ നയിച്ച സഖാവേ ഞങ്ങളെയാകെ നയിച്ച സഖാവേ. VRB ഭവനിൽ ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ പതാക ഉയർത്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KC ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് പ്രൊഫസർ MD ജോസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ PK പത്മകുമാർ, ഏരിയ സെക്രട്ടറി KD സുഗതൻ എന്നിവർ സംസാരിച്ചു. ടൗൺ ബ്രാഞ്ചിൽ കൃഷ്ണകുമാരി രാജശേഖരനും സെൻട്രൽ ജംഗ്ഷനിൽ KC ജോസഫും പതാക ഉയർത്തി. വെള്ളപ്പൊക്കത്തിനിടെ ഓഗസ്റ്റ് 5-ന് മരണപ്പെട്ടയാളുടെ സംസ്കാരം നടത്തി. വെള്ളപ്പൊക്ക ദുരിതം മൂലം സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധിക്കാതെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹമാണ് ജലനിരപ്പ് താഴ്ന്ന ശേഷം വള്ളത്തിൽ വീട്ടിലെത്തിച്ച് മരണാനന്തര ചടങ്ങുകൾ നടത്തിയത്. ഓഗസ്റ്റ് 5-ന് വെള്ളപ്പൊക്ക സമയത്ത് മരിച്ച തലവടി പൂന്തുരുത്തി പുല്ലാടിൽ പൊടിയന്റെ സംസ്കാരമാണ് വെള്ളപ്പൊക്കത്തിന് ശേഷം നടത്തിയത്. മരിച്ച പൊടിയന്റെ മൃതദേഹം വെള്ളപ്പൊക്കം മൂലം കുടുംബ വീട്ടിലെത്തിച്ച് സംസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല. മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ജലനിരപ്പ് താഴ്ന്നതോടെ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മൃതദേഹം വള്ളത്തിൽ കുടുംബ വീട്ടിലെത്തിച്ചു. വീടിന് 1.5 കിലോമീറ്റർ അകലെ ആംബുലൻസിലെത്തിച്ച ശേഷം വള്ളത്തിലാണ് മൃതദേഹം കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് നെടുമ്പ്രത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പ്രത്യേകം ക്രമീകരിച്ച പന്തലിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. പിന്നീട് തിരുവല്ല കുറ്റപ്പുഴ സഭാ സെമിത്തേരിയിൽ എത്തിച്ച് സംസ്കരിച്ചു. തലവടി റൈസ് ബിൽഡ് ചർച്ച് സെമിത്തേരിയിൽ വെള്ളമായതിനാലാണ് തിരുവല്ലയിലെ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം പൂർണ്ണമായും ഒഴിഞ്ഞുമാറാത്ത സാഹചര്യത്തിലാണ് പൊടിയന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ജലനിരപ്പ് താഴ്ന്നു വരുന്നുണ്ടെങ്കിലും കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിലും ജനജീവിതം ഇപ്പോഴും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. പാട്ടിന്റെ താളവും പായസത്തിന്റെ മാധുര്യവുമുള്ള ഒരു ഓണക്കാലം കൂടി വന്നെത്തി. ഏവർക്കും ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലം ആഘോഷമാക്കാൻ വമ്പിച്ച ഓഫറുകളുമായി ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ. തടി കട്ടിലിനോടൊപ്പം TV സ്റ്റാൻഡ്, തടി അലമാരയോടൊപ്പം ഓഫീസ് ടേബിൾ, ദിവാൻ കോട്ടിനോടൊപ്പം 2 പ്ലാസ്റ്റിക് ചെയർ, സ്റ്റീൽ സെറ്റിയോടൊപ്പം മൾട്ടിവുഡ് ടീപ്പോ, വലിയ സ്റ്റീൽ അലമാരയോടൊപ്പം സ്റ്റീൽ ക്ലോത്ത് സ്റ്റാൻഡ്, സെറ്റിയോടൊപ്പം ടീപ്പോ, മെത്തയോടൊപ്പം പില്ലോ കവർ, ബെഡ്ഷീറ്റ്. കൂടാതെ 5000 രൂപയ്ക്ക് മുകളിലെ ഓരോ പർച്ചേസിനും ഓണപ്പുടവ. ഈ സുവർണാവസരം സെപ്റ്റംബർ 16 വരെ മാത്രം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, AC റോഡ്, മാമ്പുഴക്കരി. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കൊടിത്താനം, കിളിമല. കോൺടാക്ട് നമ്പർ 9656685898. വാർത്തകൾ തുടരുന്നു. പ്രളയബാധിത മേഖലകളിൽ സഹായഹസ്തവുമായി വൈസ്മെൻ ഇന്റർനാഷണൽ. പെരിക്കര, കടപ്ര, നിരണം, കുറ്റൂർ, തിരുവല്ല, കാക്കത്തുരുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രളയബാധിതർക്കാണ് സഹായം എത്തിച്ചത്.
പ്രളയ ദുരിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് സഹായവുമായാണ് വൈസ്മൻ ഇന്റർനാഷണൽ, കവിയൂർ മൂന്നിയപ്പള്ളി ക്ലബ്ബ്, കോയിനിയോക് ഫിനാൻസിംഗ് LLC ദുബായ് എന്നിവരുടെ സഹകരണത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. പെരിങ്ങര, കടപ്ര, നിരണം, കുറ്റൂർ, തിരുവല്ല, കാക്കത്തുരുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രളയബാധിതർക്കാണ് സംഘം സഹായം എത്തിച്ചത്. വെള്ളക്കെട്ടിനെ തുടർന്ന് കരമാർഗം എത്തിച്ചേരാൻ കഴിയാത്തതും ഒറ്റപ്പെട്ട് കിടക്കുന്നതുമായ നിരവധി കുടുംബങ്ങൾക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചു നൽകി. വള്ളങ്ങളും ചെങ്ങാടകളും ഉപയോഗിച്ചാണ് പല സ്ഥലങ്ങളിലും സന്നദ്ധ പ്രവർത്തകർ എത്തിയത്. പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് ഏറെ ബുദ്ധിമുട്ടേറിയ പ്രദേശങ്ങളിലേക്കും സഹായം എത്തിക്കാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞു. തിരുവല്ല MLA വർഗീസ് മാമൻ, പുളുക്കിഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാം ഈപ്പൻ, തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ ലേഖ S, തിരുവല്ല തഹസിൽദാർ ജോബിൻ, പ്രോഗ്രാം കോർഡിനേറ്റർ കുര്യൻ ചെറിയാൻ, ഉദയകുമാർ, പ്രദീപ് KP, മാധ്യമപ്രവർത്തകൻ സിബി ആഞ്ഞിലിത്താനം എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള കുറച്ച് ലേഡീസ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കുറേയധികം ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങളോട് എടുത്ത് പറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നല്ല രീതിയിൽ അവരെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരാഴ്ചയെ മേളിലോട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ നാടിന് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആപത്ഘട്ടത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. പ്രളയ ദുരിതത്തിൽ കഴിയുന്ന സാധാരണക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് സംഘാടകർ പറഞ്ഞു. ദുരിതബാധിതരുടെ ജീവിതത്തിലേക്ക് ആശ്വാസം എത്തിക്കുന്നതിനായി വിവിധ മേഖലകളിലുള്ളവരും സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും കൂടുതൽ സജീവമായി മുന്നോട്ട് വരണമെന്നും അവർ പറഞ്ഞു. തലവടി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഹർഘർ തിരങ്ക പരിപാടിയുടെ ഭാഗമായി തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ദേശീയ പതാകകൾ വിതരണം ചെയ്തു. ക്യാമ്പിലെ മുതിർന്നവരും കുട്ടികളും ദേശീയ പതാകകളുമായി പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ക്യാമ്പിലുള്ളവർക്ക് ദേശീയ പതാകകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ദേശീയ പതാകകൾ കൈമാറി. ജാഗ്രതാ സമിതി അംഗങ്ങളായ ഉഷ രാധാകൃഷ്ണൻ, സാറാമ്മ ബിജു എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കല്ലൂപ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഈ വർഷത്തെ മരിയൻ ദേശീയ പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവന് സമ്മാനിച്ചു. നിരണം ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്തയിൽ നിന്ന് ഗാന്ധി ഭവൻ സ്ഥാപകൻ ഡോക്ടർ പുനലൂർ സോമരാജൻ പുരസ്കാരം ഏറ്റുവാങ്ങി. നിരണം ഭദ്രാസനാധിപൻ യുഹാനോൻ മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്തയിൽ നിന്നും ഗാന്ധി ഭവൻ സ്ഥാപകൻ ഡോക്ടർ പുനലൂർ സോമരാജ് പുരസ്കാരം ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് സമൂഹത്തിൽ ഒന്നായി നിന്നുകൊണ്ട് ദേശത്ത് നന്മ ചെയ്യുന്ന അനുഭവമുള്ളവരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ തിരുനാൾ സമയത്ത് എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇത് അനുതാപത്തിന്റെയും നമ്മുടെ ജീവിതത്തിൽ പുതിയ തീരുമാനത്തിന്റെയും നാളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. യുഹാനോൻ മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമുക്ക് വേണ്ടിയല്ല, ഈ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടവർക്ക് വേണ്ടി, തള്ളപ്പെടുന്നവർക്ക് വേണ്ടി നാം പടുത്തുയർത്തുന്ന സ്ഥാപനങ്ങൾ ഗവൺമെന്റിൻ്റെതായി മാറുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭകൾ ഇങ്ങനെയുള്ള സർക്കാരിന്റെ ശ്രമത്തെ എതിർക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളുമായി ബന്ധപ്പെട്ട് 1 ഡസനിൽ അധികം ബാലഭവനങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം ബഹുഭൂരിപക്ഷവും നിർത്തേണ്ടി വന്നത് ഗവൺമെന്റിന്റെ സഹകരണം ഇല്ലായ്മ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങൾ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഫാർമസിസ്റ്റുകളുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ചടങ്ങിൽ ഇടവക നിർമ്മിച്ചു നൽകിയ ഭവനത്തിന് താക്കോൽദാനവും നടത്തി. ഫാദർ PK ഗിവർഗീസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ദീപു P ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CP മാത്യു, ഇടവക ഭാരവാഹികളായ മാത്തുള്ള ചാക്കോ, എബി അലക്സ്, ഈപ്പൻ K കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് അംഗം അജിത് പിഷാരത്ത് ക്യാമ്പിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി.
ക്യാമ്പിൽ താമസിക്കുന്ന 30-ലേറെ കുടുംബങ്ങൾക്ക് മെഡിക്കൽ പരിശോധനയും ചികിത്സയും ലഭ്യമായി. ക്യാമ്പിൽ കഴിയുന്ന 8 അന്യസംസ്ഥാന തൊഴിലാളികളും ചികിത്സ തേടി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ജലജന്യ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, പനി എന്നിവ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മലിനജലത്തിന്റെ ഉപയോഗം വയറിളക്കം, കൊളറ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കിടയാക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ പെട്ടെന്നുണ്ടായ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുകയുണ്ടായി. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഏരിയയിൽ തലോടി, മുട്ടാർ, പെരിങ്ങര, എടത്വ പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിൽ ആകുകയും അവിടെയുള്ള പല കുടുംബങ്ങളും സ്കൂളുകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലൊക്കെ അഭയം തേടേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുകയാണ് കാരുണ്യ സ്പർശവുമായി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി കണക്റ്റിന്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് 16ാമത്തെ ക്യാമ്പാണ്. തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ 7 ക്യാമ്പുകൾ, മുട്ടാർ പഞ്ചായത്തിൽ 4 ക്യാമ്പുകൾ, തലോടി പഞ്ചായത്തിൽ 3 ക്യാമ്പ്, എടത്വ പഞ്ചായത്തിൽ 2 ക്യാമ്പ്, ഇങ്ങനെ ആകെ 17 ക്യാമ്പുകൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയുള്ള പൊതുഭരണ രംഗത്തുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയുമായിട്ടൊക്കെ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. ഏകദേശം 2000-ൽ പരം ആളുകളെ ഒരു പരിധിവരെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതാശ്വാസത്തിലെ ആരോഗ്യത്തെ പരിരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. മുട്ടാർ, പെരിങ്ങര, എടത്വ, തലവടി പഞ്ചായത്തുകളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 17 ക്യാമ്പുകളിൽ BCMCH മെഡിക്കൽ സംഘങ്ങൾ പരിശോധന നടത്തി മരുന്നുകൾ വിതരണം ചെയ്തു. ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗത്തിലെ ഡോക്ടർമാരായ ദബോറ വി ബിജു, ഗോകുൽ MG, നിഷ VG, വി ജയലക്ഷ്മി KV, വിവേക് തോമസ്, വിഷ്ണുമായ, കൃഷ്ണകുമാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. കമ്മ്യൂണിറ്റി മെഡിക്കൽ വിഭാഗം മാനേജർ അവിര ചാക്കോ ക്യാമ്പുകളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന വലയിൽ മൃതശരീരം കുടുങ്ങി. ആലപ്പുഴ ESI കടപ്പുറത്ത് നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ വലയിലാണ് മൃതശരീരം കുടുങ്ങിയത്. ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രവാചകൻ എന്ന ബോട്ടിലെ തൊഴിലാളികളാണ് മൃതശരീരവുമായി തീരത്തേക്ക് എത്തിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.